ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കിങ് കോഹ്ലിയുടെ വെടിക്കെട്ട്. BCCIക്ക് ഇനിയും എന്തു വേണം? 2020 ലോകകപ്പിനായി അയാൾ ശൈലി മാറ്റിക്കഴിഞ്ഞു. ആക്രമണ ശൈലിയിൽ ബാറ്റ് ചെയ്യുന്നില്ല. പതിയെ തുടങ്ങി ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. 2020 ക്രിക്കറ്റിന് ഈ ശൈലി ചേരില്ല. ഇതിഹാസ താരത്തെ ടീമിൽ നിന്നൊഴിവാക്കാൻ കണ്ടെത്തിയ കാരണം ഇതാണല്ലോ. വിമർശിച്ചവർ കൺതുറന്ന് കാണൂ. ബെയർസ്റ്റോ കൈവിട്ട ക്യാച്ച് ക്രിക്കറ്റ് കളിയുടെ ഭാഗം തന്നെ. രണ്ടാം പന്തിൽ ബൗണ്ടറി നേടി രാജാവ് കളി തുടങ്ങി. സാം ഖുറാനും ആർഷ്ദീപ് സിംഗും കഗീസോ റബാഡയും ബൗണ്ടറിയിലേക്ക് പാഞ്ഞു. 31 പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ടു. 11 ഫോറുകൾ, 2 സിക്സുകൾ. 49 പന്തിൽ 77 റൺസുമായി അയാളുടെ ബാറ്റിംഗ് വിസ്ഫോടനം. ബാറ്റർമാർക്ക് അനുകൂലമായ ഒരു ഫ്ലാറ്റ് പിച്ചായിരുന്നില്ല ബംഗളൂരുവിലേത്. ഏകദിന ലോകകപ്പിൽ സ്റ്റാൻഡ് ബൈ ഇന്നിംഗ്സിന് നിയോഗിച്ച താരം ആ ദൗത്യം അയാൾ ഭംഗിയായി പൂർത്തിയാക്കി. ഒരൊറ്റ മാസത്തിനുള്ളിൽ ശൈലിമാറ്റത്തിന് നിർദ്ദേശം നൽകി. സ്റ്റാൻഡ് ബൈ ഇന്നിംഗ്സിൽ നിന്നും അറ്റാക്കിംഗ് ക്രിക്കറ്റിലേക്ക് വഴിമാറാൻ അയാൾക്ക് എത്ര ഇന്നിംഗ്സുകൾ വേണ്ടി വന്നു? പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാം. കിങ് കോഹ്ലിക്ക് അവസരം നൽകൂ. ഇന്ത്യൻ മധ്യനിരയിൽ ആ ഇതിഹാസ സാന്നിധ്യം അനിവാര്യമാണ്. അത് ക്രിക്കറ്റ് ലോകത്തിന് ബോധ്യമായിരിക്കുന്നു.